ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ ചുറോസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ എൻ്റെ ഡ്യൂട്ടി കഴിയാറായി. ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയിട്ട് ചുറോസിൻ്റെ റെസിപ്പി ചെയ്യുന്നതായിരിക്കും. അപ്പം ബാക്കി എൻ്റെ പിന്നാലെ വരുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. ആദ്യം ഒരു പാനിലേക്ക് നമ്മൾ 1 കപ്പ് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മളൊരു 1 to 2 ടീസ്പൂണോളം അൺസാൾട്ടഡ് ബട്ടർ ഇടുന്നുണ്ട്. അല്പം മധുരത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു 1 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്യുകയാണ്. ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് നല്ലോണം തിളപ്പിച്ചതിന് ശേഷം നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യണം. എന്നിട്ട് നമ്മൾ നേരത്തെ വെള്ളം അളന്ന കപ്പിൽ തന്നെ 1 കപ്പ് മൈദ കൂടി എടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് കുഴച്ചൊരു ഡവ് ആക്കിയിട്ട് മാറ്റണം. ഈ ഡവ് നല്ല ചൂടായിരിക്കും, അപ്പോൾ അതൊന്ന് കുറച്ച് തണുക്കാൻ വെയിറ്റ് ചെയ്തതിന് ശേഷം ഒരു 1 ടീസ്പൂൺ വാനില എസൻസും ഒരു മുട്ടയും കൂടി ഇട്ടിട്ട് പിന്നെയും നല്ലോണം മിക്സ് ചെയ്യണം. ഞാൻ ആദ്യം സ്പാച്ചിൽ വെച്ചിട്ട് തന്നെ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അതത്ര പെർഫെക്റ്റായിട്ട് മിക്സ് ആവുന്നില്ല. അതുകൊണ്ട് ഞാൻ നമ്മുടെ ബീറ്ററിൻ്റെ ബ്ലെൻഡർ വെച്ചിട്ട് തന്നെ നല്ലോണം ബ്ലെൻഡ് ചെയ്ത് ഒരു നല്ലൊരു തിക്കായിട്ടുള്ളൊരു ഡവായി മാറ്റിയിട്ടുണ്ട്. ഈ ഡവ് അത്യാവശ്യം തിക്കാണ്, പക്ഷെ നല്ല സോഫ്റ്റാണ്. എന്നിട്ടൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ഒരു സ്റ്റാർ നോസിലിട്ടിട്ട് ഇതൊന്ന് ഫില്ല് ചെയ്തു. ഇനി തിളച്ച് വരുന്ന എണ്ണയിലേക്ക് നമ്മൾ ഡയറക്റ്റ് പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് പൈപ്പ് ചെയ്തിടുകയാണ്. അപ്പോൾ ഇത് മുറിഞ്ഞു വീഴാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു കത്തി വെച്ചൊന്ന് കട്ട് ചെയ്ത് വിടുന്നുണ്ട്. ഇനി ഇത് എല്ലാ സൈഡും ഒരു ഈക്വലായിട്ടൊരു ബ്രൗൺ കളർ വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സാധനം. നമ്മൾ ലാസ്റ്റ് ചുറോസ് ഉണ്ടാക്കിയിട്ട് പിന്നെ കുറച്ച് സിനമണും ഷുഗറും കൂടെ മിക്സിയിൽ പൊടിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ മേലെ ഇങ്ങനെ ഇടും. അപ്പം അതിൻ്റെ ഒരു സ്വീറ്റ്നെസ്സാണ് നമുക്കിതിൽ കിട്ടുക. നമ്മൾ ആദ്യം കുറച്ച് ഷുഗറല്ലേ ഇടുള്ളൂ. അപ്പം ബാക്കി ഒരു സ്വീറ്റ്നെസ് കിട്ടുന്നത് നമ്മൾ ഈ ഇടുന്ന സിനമൺ ആൻഡ് ഷുഗർ പൗഡറിൽ നിന്നാണ്. അപ്പോൾ നമ്മുടെ ചുറോസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര സിമ്പിളാണ്. ആകെ വേണ്ടത് കുറച്ച് മൈദയും ബട്ടറും പിന്നെ ഉപ്പ്, പഞ്ചസാര, വെള്ളം, അത്രേ ഉള്ളൂ. വേണമെങ്കിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ ആയിട്ട് കുറച്ച് എന്തെങ്കിലും മിൽക്ക് ചോക്ലേറ്റോ അങ്ങനെ എന്തെങ്കിലും. ഭയങ്കര സിമ്പിളാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. ഇതങ്ങനെ ഓവർ എണ്ണ കുടിച്ചിരിക്കുമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു ഇതുപോലെ കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും.